96 പ്രണയം ആസ്പദമാക്കി വിജയ് സേതുപതി, ത്രിഷ കൃഷ്ണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി 2018 പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രമാണിത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു വിജയ ചിത്രമാണിത്. അതിഗാഢമായ ഒരു ടീനേജ് പ്രണയമാണ് ഇതിവൃത്തം. ഈ സിനിമ ഇത്രയധികം ശ്രദ്ധ നേടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു തമിഴ് ചിത്രമുണ്ട്, അമരകാവ്യം. 2014 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലും ഗാഢമായൊരു ടീനേജ് പ്രണയം തന്നെയാണ്. ഒരു ടിപ്പിക്കൽ തമിഴ് ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി, വളരെ വൈകാരികമായി ചിത്രീകരിച്ച ഒരു റിയലിസ്റ്റിക് ഫിലിം എന്ന് പറയാം. ജീവ ശങ്കർ എഴുതി സംവിധാനം ചെയ്ത, ആര്യ നിർമ്മിച്ച ഒരു ചിത്രമാണിത്. ആര്യയുടെ അനിയൻ സത്യയാണ് ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. മിയയാണ് ഹീറോയിൻ. ജീവ ശങ്കർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടന്ന റിയൽ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് സ്ക്രിപ്റ്റ് ഒരുക്കിയത്. അതിവൈകാരികമായ ആ സംഭവത്തിലേക്ക് യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകളും ചേർത്ത് എങ്ങനെയും വിജയം ഉറപ്പാക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല എന്ന് തോന്നുന്നു. കാർത്തിക, ജീവ എന്നീ 2 ടീനേജ് സ്കൂൾ സ്റ്റുഡൻസ് പരസ്പരം പ്രണയത്തിലാവുന്നു. കൂട്ടുകാരൻ ബാലാജിക്ക് ഇഷ്ടം തോന്നിയ പെൺകുട്ടിയോട് അവന് തുറന്നു പറയാനുള്ള പേടി കണ്ട് കൂട്ടുകാരൻ്റെ ഇഷ്ടം പറയാനാണ് ജീവ കാർത്തികയെ സമീപിക്കുന്നത്. എന്നാൽ യാദൃച്ഛികമായി കാർത്തിക ജീവയോട് പറയുന്നു അവൾക്ക് ബാലാജിയെയല്ല ജീവയെയാണ് ഇഷ്ടമെന്ന്. ആദ്യം ആ കേട്ടത് കുറച്ച് ഷോക്കാക്കിയെങ്കിലും പിന്നീട് ജീവയ്ക്കും കാർത്തികയോട് ഇഷ്ടം തോന്നുന്നു. അവർ തമ്മിൽ ഗാഢമായൊരു പ്രണയബന്ധത്തിലേക്ക് എത്തുന്നു. ജീവ വളരെ സെൻസിറ്റീവായൊരു പയ്യനാണ്. അവൻ്റെ സ്നേഹത്തിലും പരിഭവത്തിലുമൊന്നും യാതൊരു കലർപ്പുമില്ല. കാർത്തികയെ അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. കാർത്തികയ്ക്കും അങ്ങനെ തന്നെ. ഒരിക്കൽ വീട്ടുകാരറിയാതെ പുറത്തുപോയി സംസാരിച്ചിരുന്ന ജീവയെയും കാർത്തികയെയും പോലീസ് പിടിക്കുന്നു. അവിടെ അക്രമങ്ങളും പിടിച്ചുപറിയും നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പോലീസ് പെട്രോളിങ്ങിന് വരാറുണ്ട്. അതിനിടെയാണ് അവർ പിടിക്കപ്പെട്ടത്. വീട്ടുകാരറിയുമ്പോൾ ഇവരുടെ പ്രണയത്തെ എതിർക്കുന്നു. തമ്മിൽ കാണാനും മിണ്ടാനും അനുവദിക്കുന്നില്ല. പ്രണയം പഠനത്തെ ബാധിക്കാതിരിക്കാൻ പരീക്ഷ കഴിയും വരെ കാണാതെ മിണ്ടാതെ ഇരിക്കണമെന്ന ധാരണ 2 പേരും ചേർന്നുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ കാർത്തികയുടെ അച്ഛൻ ജോലിയിൽ ട്രാൻസ്ഫർ വാങ്ങി പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ അവളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. കോയമ്പത്തൂരിലേക്കാണ് എന്ന് കള്ളവും പറയുന്നുണ്ട്. കോയമ്പത്തൂരിലേക്ക് പോകുന്ന കാര്യം പറയാൻ കാർത്തിക ജീവയെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവനെ കാണാൻ സാധിക്കുന്നില്ല. അവസാനം ഈ വിവരം പറഞ്ഞ് കത്തെഴുതി ബാലാജിയെ ഏൽപ്പിക്കുന്നു. ബാലാജിക്ക് ഇവർ തമ്മിലുള്ള സ്നേഹം ഇഷ്ടമില്ലാത്തതിനാൽ തന്നെ ആ കത്ത് ജീവയ്ക്ക് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് കാർത്തികയെ കാണാൻ സാധിക്കാത്ത ജീവയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. മാനസികമായി തകർന്ന ജീവയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ജീവയുടെ ഈ സ്ഥിതി കാണുന്ന ബാലാജിക്ക് വിഷമം തോന്നി കാർത്തിക കോയമ്പത്തൂരിലുണ്ടെന്ന് പറയുന്നു. അതിനിടയിൽ കാർത്തികയെ കാണുന്ന ബാലാജി ജീവയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാർത്തികയ്ക്ക് ഇപ്പോഴും ജീവയോട് വളരെ സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാർത്തികയെ അന്വേഷിച്ച് കോയമ്പത്തൂരിൽ ഒരുപാട് അലഞ്ഞു നടന്ന ജീവ പിന്നീട് അവളുടെ യഥാർത്ഥ സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുന്നുണ്ട്. കാർത്തികയും ജീവയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. അതിനിടയിൽ കാർത്തികയുടെ ചേച്ചിയുടെ വിവാഹം നടക്കുന്നുണ്ട്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയന് കാർത്തികയോട് ഇഷ്ടവുമുണ്ട്. ജീവയും കാർത്തികയും തമ്മിൽ കോളേജിന് മുന്നിൽ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്ന അയാൾ ജീവയുമായി വാക്കേറ്റവും കയ്യേറ്റവുമൊക്കെ ഉണ്ടാവുന്നു. ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനായതിനാൽ കാര്യമായൊന്നും പറയാനും എതിർക്കാനും കാർത്തികയ്ക്കും കഴിയുന്നില്ല. ഇത് ജീവയ്ക്ക് സംശയത്തിന് കാരണമാവുന്നു. അവസാനം ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എന്ന തീരുമാനമെടുക്കുന്നു. ജീവ ഒരു ദിവസം കോളേജ് വിട്ടിറങ്ങി വരുന്ന കാർത്തികയെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഒരിക്കൽ സ്നേഹത്തിലായിരുന്ന സമയത്ത് കാർത്തിക ജീവയോട് പറയുന്നുണ്ട്, എൻ്റെ മരണസമയത്ത് ഞാൻ അവസാനമായി കാണുന്നത് നിൻ്റെ മുഖമായിരിക്കുമെന്ന്. അവളുടെ ആ വാക്കുകൾ അവിടെ സത്യമായി തീരുന്നു. അവസാനം ഒരു കൊക്കയിൽ ചാടി ജീവയും സൂയിസൈഡ് ചെയ്യുന്നു. ഇത്തരം ട്രാജഡി സിനിമകൾ തിയേറ്ററിൽ വിജയം സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ സമൂഹത്തിന് മടിയുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുമുണ്ട്. മാനസി, സൗമ്യ എല്ലാം മലയാളികൾ ചർച്ച ചെയ്തതാണ്. കൊലപാതകം ചെയ്യുന്നവർക്ക് പ്രണയമില്ല, അത് ഭ്രാന്താണ് എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരു വ്യക്തിയോടുള്ള അതിയായ സ്നേഹവും അവർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും സിനിമയിൽ പ്രേക്ഷകർക്ക് സമാധാനത്തിന് വേണ്ടി മരണശേഷം ജീവയും കാർത്തികയും പരലോകത്ത് ഒന്നിക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.